ഇത് കണ്ടില്ലേ ഞാൻ ഇവിടെ ഒരു കവർ വെച്ചത്. അതെന്താ സംഭവം എന്ന് വെച്ചാല് ജസ്റ്റ് ഒരു വാട്ടർ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ വെച്ചിരുന്നു. അപ്പൊ നമ്മളെ ലുക്ക് നോക്കണ്ട കേട്ടോ, ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ബംഗാളി തുണിയൊക്കെ എടുത്തേ. അപ്പൊ അതാ നമ്മളെ ഈ ക്യാമറന്റെ റിവ്യൂ, അതായത് 2-3 വർഷം മുമ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത ക്യാമറയാണ്. അപ്പൊ ഇതിന്റെ ആ ഒരു ഇപ്പത്തെ പരിതാപകരമായ അവസ്ഥ, അതായത് വർക്കിങ്ങിന് യാതൊരു കുഴപ്പമില്ലേ, ആ കാര്യത്തില് സെറ്റാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, ട്രൂ ക്ലൗഡ് എന്നുണ്ട്, അതും സെറ്റാണ്. ഈ ക്യാമറയും സെറ്റാണ്. ഇതിന് മുന്നേ വീട്ടിലേക്ക് വേറൊരു വൈഫൈ ക്യാമറ വാങ്ങിയിട്ടുണ്ടായിരുന്നു, എന്തോ മാജിക് മിനി എന്ന് പറയുന്നത് എന്തോ സാധനം. പക്ഷെ അതൊന്നും ഒന്നിനും പറ്റില്ല, വളരെ കണക്റ്റിംഗ് ലോ ഉള്ള ഒരു ഡിവൈസ് ആണ് അതൊക്കെ. പക്ഷെ ഇത് അടിപൊളിയാണ്, കാരണം ഒരുപാട് മയം വരും ഈ സാധനം കൊണ്ടിട്ട്. ഏകദേശം ഒരു അന്ന് 4500-5000 രൂപ വാങ്ങിച്ചിട്ട് നമ്മൾ വെച്ചതാണ്, സിം ഇൻസേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ക്യാമറ. അപ്പൊ ഒരു 2 വർഷം 2.5 വർഷം മഴയും വെയിലും കംപ്ലീറ്റ് കൊണ്ടിട്ടുണ്ട് നമ്മൾ ഈ ക്യാമറ. കാരണം ഇതിന്റെ ഒരു അവസ്ഥ കണ്ടാൽ മനസ്സിലാവും. നമുക്ക് അങ്ങനത്തെ ഒരു ലൊക്കേഷനിലായിരുന്നു ഇത് വെക്കാണ്ടായിരുന്നു. അപ്പൊ വീടിന്റെ കംപ്ലീറ്റ് പണിക്കാരെ പണിയും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാനായിരുന്നു. അപ്പോ നമ്മള് ആ ഒരു ടെമ്പററി സെറ്റപ്പ് ചെയ്ത് കവുങ്ങിലൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കവുങ്ങ് ഇങ്ങനെ നാട്ടിയിട്ട്, പച്ച കവുങ്ങ് നാട്ടിയിട്ട് അതിന്റെ മേലെ ഈ സാധനം കെട്ടി വെച്ചിട്ട്, നാളെ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടത് നമ്മള്. അപ്പോ ആ കവുങ്ങൊക്കെ ഇപ്പൊ ഉണങ്ങിയിട്ടുണ്ട്, കാരണം അത്രയും 2-3 വർഷമായില്ലേ. അപ്പൊ കവുങ്ങിന്റെ അവസ്ഥ കണ്ടിട്ട് അത് അടുത്തൊരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് വീണ് പോകും. വീണ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നിനും പറ്റൂല. അപ്പൊ അതിന് മുന്നേ തന്നെ സേഫ് ആക്കി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇറക്കിയിട്ടുള്ള അതിന്റെ ഒരു വിഷ്വൽസ് കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഇത് കവുങ്ങ് താത്തുന്ന ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, കാരണം ഞങ്ങൾ 2 ആളുള്ളൂ. അപ്പൊ 2 ആൾക്കും ആ കവുങ്ങ് പിടിച്ച് താത്തന്റെ വലിയ കവുങ്ങായിരുന്നു. അപ്പൊ ഇതിന്റെ അകത്താണ് ഇതിന്റെ സിമ്മും കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യല്. വൈഫൈ ക്യാമറ അല്ല, ഇത് സിം ഇട്ട് ഉപയോഗിക്കുന്ന ക്യാമറയാണ്. അപ്പൊ ഓക്കെ, നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ക്യാമറ ഫിറ്റ് ചെയ്തതിന് ഇതാണ് ഇട്ടത്. അപ്പൊ ഒരു 3 വർഷത്തിന് ശേഷം, 3 അല്ല 2.5 വർഷത്തിന് ശേഷം ക്യാമറ അയച്ചു. ഫുൾ ടെമ്പററി സെറ്റപ്പിൽ നമ്മൾ ഫുൾ ഫിറ്റ് ആക്കിന്. ഇതൊക്കെ ചെതല് പിടിച്ചിട്ടുണ്ട്. ആ കവുങ്ങ് അതേപോലെ പച്ച കവുങ്ങിന് കയറ്റിന്, അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ഒരു ഇത് കാണിച്ചരാ. ഇത് കണ്ടില്ലേ ഞാൻ ഇവിടെ ഒരു കവർ വെച്ചത്. അതെന്താ സംഭവം എന്ന് വെച്ചാല് ജസ്റ്റ് ഒരു വാട്ടർ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ വെച്ചിരുന്നു. അതൊക്കെ വെയിലും മയും കൊണ്ടിട്ട് ഈ കവറിന്റെ അവസ്ഥ ഉണ്ടെങ്കിൽ മനസ്സിലാവും, പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അത്രയും കാലമായിട്ടോ. പക്ഷെ ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷൻ ആട്ടോ സംഭവം. ഇനി ഈ കുപ്പിയിൽ എന്താന്നല്ലേ, കുപ്പിയിൽ വേറൊന്നല്ല, നമ്മുടെ ചാർജർ ഒന്ന് വാട്ടർ പ്രൂഫ് ആയിട്ട് വെച്ചതാണ്. നമുക്ക് ഈ കുപ്പിയിലുള്ള സാധനം കാണിച്ചെടുത്തോ അല്ലേ, ഇതിന്റെ ഫുൾ സംഭവങ്ങൾ ഇതിനുള്ള താത്തുണ്ട്, ഇതിന്റെ ചാർജർ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഫുള്ള് വാട്ടർ പ്രൂഫ് ആക്കി ഇൻസ്റ്റലേഷൻ ചെയ്ത്, അതുപോലെ ഇതൊക്കെ വാട്ടർ പ്രൂഫ് ആക്കിയിട്ടുണ്ട്. കവറൊക്കെ വെച്ചിട്ട് നമുക്ക് ക്യാമറ എന്തായാലും അയക്കണം. ഇനി ഒന്ന് ലൊക്കേഷൻ മാറ്റിയിട്ട് വീടിന്റെ ഏകദേശം അങ്ങോട്ട് എവിടേക്കെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് വെക്കണം മേലോട്ട്. കണ്ടില്ലേ ഇതിന്റെ പ്ലാസ്റ്റിക് ഒക്കെ പൊടിഞ്ഞു പോരുന്നത്. അത്രയും കാലമായി നമ്മള് ഇത് ഫിറ്റ് ചെയ്തിട്ട്.